ഉക്രൈൻ കൗൺസിൽ. ഇന്നലെ ഉക്രൈനെ സഹായിക്കുന്ന ഈ ഒരു കൗൺസിൽ അടിയന്തരമായി വിളിച്ചുകൂട്ടുന്നു. ഇതിൽ ഉക്രൈനും ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിച്ചു. അടുത്തിടെ റഷ്യ ഉക്രൈനിൽ വളരെ ഭീകരമായ ഒരു മിസൈൽ ആക്രമണം തന്നെ നടത്തി. ഏകദേശം 2.5 വർഷം കഴിഞ്ഞ് റഷ്യയ്ക്ക് ഇത്രത്തോളം വലിയ ഒരു ആക്രമണം നടത്താൻ കഴിയുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന അത്ര മോശമായ ക്രൂയിസ് മിസൈൽ ഡ്രോൺ ആക്രമണമായിരുന്നു നടന്നത്. ഒരു സംയുക്ത ആക്രമണം അങ്ങനെ റഷ്യ ഉക്രൈനിൽ ചെയ്തു. ഇത് കഴിഞ്ഞ് സെലൻസ്കിയുടെ റിക്വസ്റ്റ് അനുസരിച്ചാണ് ഈ ഒരു മീറ്റിംഗ് അടിയന്തരമായി വിളിച്ചുകൂട്ടിയത്. ഈ ഒരു കൗൺസിൽ നടന്ന് അവസാനിച്ചതിന് ശേഷം റഷ്യയുടെ പൊസിഷൻസ് ആക്രമിക്കാൻ ഉക്രൈന് നമ്മൾ ഒരു ഗ്രീൻ സിഗ്നൽ നൽകണമെന്ന് നാറ്റോ സഖ്യത്തിലുള്ള പ്രധാനപ്പെട്ട ചില രാജ്യങ്ങൾ പറഞ്ഞു. അതിൽ ഒന്നാമതായി തുർക്കി ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ റഷ്യയെ ഞങ്ങൾ എങ്ങനെയെല്ലാം ആക്രമിക്കും, റഷ്യൻ ടെറിട്ടറിക്കുള്ളിൽ എവിടെയെല്ലാം ലക്ഷ്യം വെച്ച് ആക്രമിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട ലിസ്റ്റ് വെള്ളിയാഴ്ച വാഷിംഗ്ടണിൽ പോവുകയും അത് നേരെ അമേരിക്കൻ അധികാരികളുടെ കയ്യിലും ജോ ബൈഡൻ അഡ്മിനിസ്ട്രേഷനിലും ഉക്രൈനിലെ ചില പ്രധാനപ്പെട്ട അധികാരികൾ നൽകും എന്നുള്ള ഒരു വിവരം പുറത്തു വന്നു. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി അറിയാം. നാറ്റോ ഉക്രൈൻ കൗൺസിൽ. ജൂലൈ മാസം 2023 ശേഷം നാറ്റോയിൽ നിന്നും ഉക്രൈനിലേക്ക് പോകുന്ന സഹായം, ഇവയെല്ലാം ഒരു ചെയിൻ മെത്തേഡ് പോലെ നടക്കണം. ആരെല്ലാമാണോ സഹായം നൽകുന്നത്, അടുത്ത ഏത് സഹായം പോകണം, ഇവയെല്ലാം മുഴുവനായും കൊടുക്കാൻ നിർമ്മിച്ച, യാതൊരു തടസ്സവും ഇല്ലാതെ നൽകാൻ നിർമ്മിച്ച ഒരു സംഘടനയാണ് ഈ നാറ്റോ ഉക്രൈൻ കൗൺസിൽ. ഒരു 3 ദിവസം മുൻപ് റഷ്യയുടെ ആക്രമണം, 100-ൽ കൂടുതൽ ക്രൂയിസ് മിസൈൽ, 100-ലധികം ഡ്രോൺസ്, ഇവയെല്ലാം വെച്ച് ഉക്രൈൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഉക്രൈനിൽ നടത്തിയ ഈ ഒരു ആക്രമണം ഈ ലോകത്തിന്റെ ശ്രദ്ധയെ വീണ്ടും റഷ്യ ഉക്രൈൻ യുദ്ധത്തിലേക്ക് തിരിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇതിനു മുൻപ് വരെയും ഹമാസ് ഇസ്രായേൽ പ്രശ്നത്തിൽ ലോകത്തിന്റെ മുഴുവനും ശ്രദ്ധ ഇസ്രായേൽ ഭാഗത്തേക്ക് തിരിഞ്ഞപ്പോൾ വീണ്ടും അവരുടെ ശ്രദ്ധയെ ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലേക്ക് കൊണ്ടുവന്നത് റഷ്യയുടെ ഈ ഒരു ആക്രമണമായിരുന്നു. അതിനാൽ റഷ്യയുടെ ഒരു ആക്രമണത്തിന് ശേഷം ഉക്രൈൻ സെലൻസ്കി ഒരു ആവശ്യം ഉന്നയിച്ചു. ഉടൻ തന്നെ നാറ്റോ ഉക്രൈൻ കൗൺസിൽ യോഗം ചേരണം. കാരണം നാറ്റോയിലുള്ള നാടുകൾ കാരണമാണ് ഉക്രൈൻ യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഉക്രൈൻ യുദ്ധം ഇപ്പോഴും നടത്തിക്കൊണ്ടു പോകുന്നത് നാറ്റോയിൽ നിന്ന് വരുന്ന സഹായവും നാറ്റോ നാടുകൾ ചെയ്യുന്ന ആയുധ സഹായവുമാണ് ഉക്രൈനെ ഇപ്പോഴും റഷ്യക്കെതിരെ ആ യുദ്ധകളത്തിൽ നിർത്തിയിരിക്കുന്നത്. അങ്ങനെ ഈ അടിയന്തര യോഗം നടത്തണമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയിൽ നിന്നും ഒരു റിക്വസ്റ്റ് വന്നതിന് ശേഷം ബുധനാഴ്ച ഇന്നലെ ഈ ഒരു യോഗം വിളിച്ചുകൂട്ടുന്നു. ഇത് നാറ്റോയുടെ അംബാസിഡർമാരുടെ ഒരു മീറ്റിംഗ് എന്ന് പറയാം. ഈ അംബാസിഡേഴ്സ് ലെവൽ മീറ്റിംഗിൽ നാറ്റോയുടെ സെക്രട്ടറി സ്റ്റാൽബർഗ് പങ്കെടുക്കുന്നു. ഇതിൽ മറ്റൊരുപാട് നാടുകൾ വെർച്വലായും പങ്കെടുത്തു. ഉക്രൈൻ്റെ ഡിഫൻസ് മിനിസ്റ്ററും ഇതിൽ വെർച്വലി കണക്ട് ആകുന്നു. ഈ ഒരു മീറ്റിംഗ് അവസാനിച്ചതിന് ശേഷം നാറ്റോ ഔദ്യോഗികമായി ഒരു പ്രസ്താവന നൽകി. ഇതവരുടെ ഹോം പേജിൽ അവർ നൽകിയ ഒരു പ്രസ്താവനയാണ്. അതിൽ പറഞ്ഞിട്ടുള്ളത്, ഉക്രൈനെ നമ്മളെല്ലാം പല രീതിയിൽ തടഞ്ഞു വയ്ക്കുകയാണ്. റഷ്യക്കെതിരെ ഉക്രൈൻ ഇത്രയും ദിവസം നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ പാർട്ട്നേഴ്സ് നൽകുന്ന സഹായം പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. എന്നാൽ ഇപ്പോൾ റഷ്യയുടെ ആക്രമണത്തെ ഉക്രൈനെ കൊണ്ട് പല സ്ഥലങ്ങളിലും പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ ഉക്രൈൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം ലാഗ് ആകുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ അത് തികയാതെ വരുന്നുണ്ട്. പാട്രിയോട്ട് കൂടാതെ 40-ൽ കൂടുതൽ എയർ ഡിഫൻസ് യൂണിറ്റ് നാറ്റോ കൺട്രീസ് മുഴുവനും ഉക്രൈന് നൽകുമെന്ന് ഒരു ഉറപ്പ് നൽകിയിരുന്നു. അതുമാത്രം ഞങ്ങൾക്ക് പറ്റില്ല. വീണ്ടും അധികം എയർ ഡിഫൻസ് സിസ്റ്റം, സഹായം, ഒഫൻസീവ് ഓപ്പറേഷന് വേണ്ട ആയുധങ്ങൾ ഉക്രൈന് നൽകണമെന്ന് ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ നാടുകളോടും ഉക്രൈൻ ഒരു റിക്വസ്റ്റ് വയ്ക്കുന്നു. നാറ്റോയുടെ പേരിൽ ഞാൻ എല്ലാവരോടും ഇത് ചോദിക്കുകയാണ് എന്ന് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. കൂടാതെ ആ ഒരു യോഗത്തിൽ അവർ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, അടുത്ത് ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങൾ, ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ഈ യോഗം അവസാനിച്ചതിന് ശേഷം തുർക്കിയുടെ ഫോറിൻ മിനിസ്റ്റർ ഒരു കാര്യം പറഞ്ഞു. ഉക്രൈനെ നമ്മൾ എല്ലാവരും ചങ്ങല കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ എല്ലാവരും ഉക്രൈനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഉക്രൈൻ അവരുടെ കൈവശമുള്ള ആയുധങ്ങൾ, ഏതെല്ലാം ആയുധങ്ങളാണ് ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, അവയെല്ലാം റഷ്യയിലേക്ക് ഉപയോഗിക്കാൻ നമ്മളൊരു ഗ്രീൻ സിഗ്നൽ നൽകണം. ഇപ്പോൾ ഉക്രൈൻ്റെ പക്കൽ മേജർ വെപ്പൺസ് ഏതെല്ലാമാണോ ഉള്ളത് അത് അവരുടേതാണ്. നിങ്ങൾ എന്തിനാണ് അത് നമ്മുടെ ആയുധമായി കണക്കാക്കുന്നത്? നമ്മൾ ഒരു നാടിനത് കൊടുക്കുകയാണെങ്കിൽ അത് പിന്നീട് അവരുടേതാണ്. കൊടുക്കുന്നത് വരെ മാത്രമാണ് നമ്മുടേത്. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അവരുടെ ആയുധമാണ്. എങ്ങനെ ഉപയോഗിക്കണം, എവിടെ ഉപയോഗിക്കണം, ഈ തീരുമാനം ഉക്രൈൻ തന്നെ എടുക്കട്ടെ. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഗ്രീൻ സിഗ്നൽ നൽകണമെന്ന് ഒരു വലിയ കാര്യമായിരുന്നു തുർക്കി പറഞ്ഞത്. അതായത് റഷ്യയുടെ ടാർഗറ്റ്സിനെ വെസ്റ്റേൺ മെയ്ഡ് ആയുധങ്ങൾ ഉപയോഗിച്ച് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞത്. സെലൻസ്കിയും ഉക്രൈൻ്റെ ഫോറിൻ മിനിസ്റ്ററും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. ഈ മീറ്റിംഗ് അവസാനിച്ചതിന് ശേഷം നിങ്ങൾ എല്ലാവരും ഉക്രൈനെ സഹായിക്കുന്ന അമേരിക്ക, UK പോലുള്ള നാടുകൾ എല്ലാം ഒരു പേടി സ്വപ്നത്തിലാണ്.
നിങ്ങളുടെ ആയുധങ്ങൾ റഷ്യക്കെതിരെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മേജർ എസ്കലേഷൻ ആകും എന്നുള്ള ഒരു ഭയം നിങ്ങളെ പിന്നിലേക്ക് വലിക്കുകയാണ്. പക്ഷെ ഇവയെല്ലാം നിങ്ങൾ മറികടന്നു വരണം. നിങ്ങൾ ഞങ്ങൾക്ക് ഒരു ഗ്രീൻ സിഗ്നൽ നൽകണം. റഷ്യയുടെ പ്രദേശങ്ങളെ നശിപ്പിക്കാനുള്ള ഒരു പച്ചക്കുടി നൽകിയാൽ തീർച്ചയായും റഷ്യയുടെ അഗ്രഷൻ ഞങ്ങളെ കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന് എല്ലാ നാടുകളെയും ഈ ഒരു പ്രശ്നത്തിനുള്ളിലേക്ക് വലിച്ചിടുകയാണ് ഉക്രൈൻ ഇപ്പോൾ ചെയ്യുന്നത്. ഇതിനുള്ള കാരണം എന്താണെന്ന് ഞാൻ അവസാനം പറയാം. ഇപ്പോൾ ഈ നടന്ന് അവസാനിച്ചിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉക്രൈന്റെ പക്കൽ നിന്നും വെസ്റ്റേൺ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഒരു നല്ല കാര്യമേ അല്ല. ഇതിനകം തന്നെ കേഴ്സ് ഭാഗത്ത് ചാലഞ്ചർ 2 ഉപയോഗിച്ചിട്ടുണ്ട്, അബ്രാംസ് ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൂടാതെ ഹൈമാ സിസ്റ്റംസും അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതും പ്രധാനപ്പെട്ട ഒരു പ്രകോപനമല്ലേ? ഇതിന് റഷ്യ പ്രതികരിച്ചില്ല എന്ന് ചോദിച്ചാൽ, നേരത്തെ തന്നെ റഷ്യയുടെ ഒരുപാട് റെഡ് ലൈൻസ് ഉക്രൈൻ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇതുവരെയും ഏതൊക്കെ റെഡ് ലൈൻസ് ആണോ റഷ്യ നൽകിയത് അവയെല്ലാം പാശ്ചാത്യ രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി ഉക്രൈൻ ഓരോന്നായി തകർക്കാൻ തുടങ്ങി. അതിൽ പ്രധാനപ്പെട്ട റെഡ് ലൈനാണ് F-16 സ്ട്രൈക്ക്, അല്ലെങ്കിൽ F-16 റഷ്യയുമായി സ്ട്രൈക്ക് ചെയ്യുന്നത്. അതുമാത്രമാണ് ഉക്രൈൻ ഇതുവരെയും ക്രോസ് ചെയ്യാത്തത്. അടുത്തത് റഷ്യയുടെ കമാൻഡ് സെന്റേഴ്സ്, റഷ്യയുടെ സൈനിക ലോജിസ്റ്റിക്സ് ഉള്ള സ്ഥലങ്ങളെ വെസ്റ്റേൺ മെയ്ഡ് എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് ആക്രമിച്ചതായി റഷ്യ ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. കാരണം ക്രീമിയോട് ചേർന്നുള്ള ഭാഗങ്ങൾ നേരത്തെ ഉക്രൈന്റെ നിയന്ത്രണത്തിലായിരുന്നു. പിന്നീട് അത് റഷ്യയുടെ നിയന്ത്രണത്തിലായി. ആ സ്ഥലങ്ങളിലായിരുന്നു വെസ്റ്റേൺ മെയ്ഡ് വെപ്പൺസ് കാരണം റഷ്യക്ക് കൂടുതൽ നഷ്ടങ്ങൾ സംഭവിച്ചത്, അവരുടെ ആർമി ബേസസിനെയും ആക്രമിച്ചത്. ഒരുപക്ഷെ ഈ ഉക്രൈൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലെ ഈ ഒരു പച്ചക്കൊടി അവർക്ക് കിട്ടുകയാണെങ്കിൽ, ഈ ഒരു റിക്വസ്റ്റ് നാറ്റോ നാടുകൾ അംഗീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും റഷ്യയുടെ എല്ലാ റെഡ് ലൈൻസും ഉക്രൈൻ ക്രോസ് ചെയ്യും, ഓരോന്നായി ക്രോസ് ചെയ്യാൻ തുടങ്ങും. ഈ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നലെയും റഷ്യയുടെ ഡ്രോൺ ആക്രമണം ഉക്രൈനിൽ നടത്തി. ഇതിൽ 60-ൽ കൂടുതൽ ഡ്രോൺസ്, മൊത്തത്തിൽ 71 ഡ്രോൺസ് റഷ്യ ഫയർ ചെയ്തതായി പറയുന്നു. അതിൽ 60-ൽ കൂടുതൽ ഡ്രോൺസിനെ ഉക്രൈൻ ഇന്റർസെപ്റ്റ് ചെയ്തതായി സെലൻസ്കി അവരുടെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു. ഇതൊക്കെ ഒരു വലിയ കാര്യമാണോ? അടുത്ത് നടക്കാൻ പോകുന്നതാണ് വലിയ കാര്യം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ സെലൻസ്കിയുടെ പ്രസിഡന്റ് ഓഫീസിലുള്ള വളരെ പ്രധാനപ്പെട്ട 2 വ്യക്തികൾ വരാൻ പോകുന്ന വെള്ളിയാഴ്ച അമേരിക്കയിലേക്ക് പോകാൻ പോകുന്നു. എന്തിനു പോകുന്നു എന്ന് ചോദിച്ചാൽ, ഒരു വലിയ ലിസ്റ്റ് സമർപ്പിക്കാൻ. ഉക്രൈൻ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. റഷ്യയുടെ ഏതൊക്കെ ഭാഗങ്ങളെ ആക്രമിക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ പൊസിഷൻസിൽ ലക്ഷ്യം വച്ചാൽ റഷ്യയെ പെട്ടെന്ന് തകർക്കാൻ സാധിക്കും, എവിടെ അടിച്ചാൽ റഷ്യയുടെ ഒഫൻസീവിനെ നമ്മളെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു വലിയ ലിസ്റ്റ് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന് ഒരു അംഗീകാരം വാങ്ങാൻ വേണ്ടിയാണ് ഈ ഉക്രൈന്റെ 2 അധികാരികൾ അമേരിക്കയിലേക്ക് പോകുന്നത്. കേൾക്കുമ്പോൾ ഇതൊരു സാധാരണ കാര്യമായി തോന്നാം. എന്നാൽ ഇങ്ങനെ ഒരു ലിസ്റ്റ് നൽകിയതിന് ശേഷം തീർച്ചയായും ഉക്രൈൻ യുദ്ധം മറ്റൊരു ഘട്ടത്തിലേക്ക് പോകും. കാരണം അമേരിക്കയുടെ പക്കൽ നിന്നും ഒരു അംഗീകാരം ലഭിച്ചാൽ റഷ്യയുടെ മോസ്കോയെ ആക്രമിക്കാൻ കഴിയുന്ന ആയുധങ്ങൾ വരെയും ഉക്രൈന്റെ പക്കലുണ്ട്. ATACMSന്റെ എക്സ്റ്റെൻഡഡ് ലോങ് റേഞ്ച് വേർഷൻ റോക്കറ്റ്സ് എല്ലാം ഇപ്പോൾ അമേരിക്കയുടെ സഹായത്തോടു കൂടി ഉക്രൈന്റെ പക്കലുണ്ട്. പക്ഷെ അവയൊന്നും ഇതുവരെ ഉക്രൈൻ ഉപയോഗിച്ചിട്ടില്ല. ഒരുപക്ഷെ അത് കേഴ്സ് ഭാഗങ്ങളിൽ ഫയർ ചെയ്യുകയാണെങ്കിൽ മോസ്കോ പോലും ആ ടാർഗറ്റ് ലിസ്റ്റിൽ ഉണ്ടാകും. അപ്പോൾ റഷ്യയുടെ തലസ്ഥാനം പോലും ആക്രമിക്കേണ്ട ഒരു തയ്യാറെടുപ്പിലാണ് ഉക്രൈൻ ഉള്ളത്. അതിനുള്ള ഒരു ചെറിയ തുടക്കം മാത്രമാണ് ഈ ലിസ്റ്റ് അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതിന് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ അനുമതി നൽകിയാൽ റഷ്യ ഉക്രൈൻ യുദ്ധം ഒരു ഫുൾ സ്കെയിൽ വാറായി മാറും. ഞാൻ വീണ്ടും ഇത് തന്നെയാണ് പറയുന്നത്. ഒരു മേജർ പ്രൊവോക്കേഷൻ ഈ ഒരു യുദ്ധത്തിൽ ഇതുവരെയും നടന്നിട്ടില്ല. ചിലയിടങ്ങളിൽ നുഴഞ്ഞുകയറ്റം അവിടെ നടക്കുന്നുണ്ട്. റഷ്യയുടെ ഭാഗങ്ങളിൽ ഉക്രൈൻ നുഴഞ്ഞു കയറുക, ആക്രമിക്കുക, ഉക്രൈൻ പ്രദേശങ്ങളിൽ റഷ്യ ഒരു ആക്രമണം നടത്തുക, ഇങ്ങനെ ഈ ഒരു ഗെയിം മാറി പോയിക്കൊണ്ടിരുന്നാലും ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ എന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളായി മാറും. കാരണം ഇപ്പോൾ ഈ ഒരു യുദ്ധം പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പാത നോക്കിയാൽ തന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അമേരിക്കയും നാറ്റോയും ചേർന്ന് സെലൻസ്കിയുടെ വാക്ക് കേട്ട് തീർച്ചയായും റഷ്യ വേഴ്സസ് നാറ്റോ എന്നൊരു പ്രശ്നം ഇവിടെ കൊണ്ടുവരാനുള്ള എല്ലാ ഗ്രീൻ സിഗ്നലും ഓരോന്നായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ടാർഗറ്റ് ലിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇതിനിടയിൽ റോസ്റ്റവാണ്ടൻ മേഖലയിൽ ഇന്നലെ ഒരു ഓയിൽ ബേസിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞല്ലോ, അതിന്റെ സാറ്റലൈറ്റ് ഇമേജ് പുറത്തുവിട്ടു. ഏതാണ്ട് 3 ടാങ്കേഴ്സ് കത്താൻ തുടങ്ങി. ഇന്നലെ ഫയർ ആയത് 2-ൽ മാത്രമാണ്. ഇന്ന് 3-മതായും ഒരു ടാങ്കും ചേർത്ത് കത്തിനശിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ എത്രയും പെട്ടെന്ന് റഷ്യയുടെ ആ ഒരു പ്രദേശം മുഴുവനും നശിക്കാനുള്ള ഒരു ഭയവും റഷ്യയുടെ ഉദ്യോഗസ്ഥർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 1.2 ബില്യൺ മൂല്യമുള്ള മിസൈൽസ് ഈ 3 ദിവസത്തിൽ റഷ്യ ഉക്രൈനിൽ ഫയർ ചെയ്തതായി യൂറോപ്യൻ യൂണിയൻ ഒരു കാര്യം പറഞ്ഞു. ഒരു 3 ദിവസത്തെ ആക്രമണത്തിൽ ഇത്രത്തോളം അധികം മിസൈൽസ് റഷ്യ ഉക്രൈനെതിരെ അയച്ചുവെന്ന് അവരുടെ ഒരു ഡേറ്റ നൽകി. കൂടാതെ കാർക്കീവ് പ്രദേശങ്ങളിൽ UN സഭയുടെ വാർ ക്രൈം ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്.
വന്നതിന്റെ ഉദ്ദേശം കഴിഞ്ഞ 2 മാസമായി കാർഖീവ് പ്രദേശത്ത് റഷ്യയുടെ ഒഫൻസീവ് അല്ലെങ്കിൽ കാർഖീവിനെ തിരികെ റീക്യാപ്ചർ ചെയ്യാനായി റഷ്യ നടത്തുന്ന ഗ്രൗണ്ട് ഒഫൻസീവ് കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ റെസിഡൻഷ്യൽ ബിൽഡിംഗിലും ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഇങ്ങനെ ഒരു റിക്വസ്റ്റ് ഉക്രൈൻ UN നൽകി. ഈ റിക്വസ്റ്റ് വന്ന അടുത്ത 3 ദിവസത്തിനുള്ളിൽ UN വാർ ക്രൈം ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഈ ഒരു സംഭവം നടന്ന സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം പോലും കാർഖീവിനെ ചുറ്റി അവർ നോക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻസ്, എവിഡൻസ് കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവർ തെറ്റായ ഒരു സ്ഥലത്ത് വന്നു എന്നാണ്. ഒരു പക്ഷേ ഗാസയ്ക്കുള്ളിലേക്കാണ് ഇവർ പോയതെന്നുണ്ടെങ്കിൽ കെട്ടിടങ്ങൾ നശിക്കുക അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ബിൽഡിംഗ് നശിക്കുക, അതിനായിട്ടുള്ള എവിഡൻസ് ഒക്കെ ഇവർക്ക് കൂടുതൽ ലഭിച്ചിരിക്കുമായിരുന്നു. പക്ഷേ അത് വിട്ടിട്ട് ഇവിടെ വന്നാണ് അന്വേഷിക്കുന്നത്. ഇവിടെ അവർക്ക് എന്ത് എവിഡൻസ് ലഭിക്കാൻ പോകുന്നു എന്ന് എനിക്കറിയില്ല. കേഴ്സ് ഭാഗങ്ങളിലും ഇതുപോലെ ഒരു അന്വേഷണം തുടങ്ങണം. ഈ സമാധാന ചർച്ച നടക്കുന്നതിന് മുൻപ് ഇങ്ങനെ ഒരു അന്വേഷണം നടത്തണമെന്ന് റഷ്യ പറഞ്ഞിട്ടുണ്ട്. കാരണം ഉക്രൈൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഒരു സമാധാന ചർച്ച കൊണ്ടുവരണമെന്ന്. ഈ സമാധാന ചർച്ച നടക്കുന്നതിന് മുൻപ്, ഉക്രൈൻ ആ ടേബിളിലേക്ക് വരുന്നതിന് മുൻപ് കേഴ്സ് ഭാഗങ്ങളിലും ഇതുപോലെ മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ടോ, ഡോൺബോസ് റീജിയണിലും ഇങ്ങനെ നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം നടത്തണമെന്നും UN ഇൻസ്ട്രക്ടേഴ്സിനെ ഈ ഭാഗത്തേക്ക് അയക്കണമെന്നും റഷ്യയിലെ കേഴ്സ് ഗവർണറും ഒരു റിക്വസ്റ്റ് കൊടുത്തു. ഇതുകൂടാതെ അതിർത്തി മേഖലയിലുള്ള ഈ ബെൽഗറോഡ്, സുമി മേഖലയ്ക്ക് അടുത്തുള്ള റഷ്യയുടെ പ്രദേശങ്ങളെ ഉക്രൈന്റെ ഫൈറ്റർ ജെറ്റ്സ് ഇപ്പോൾ ലക്ഷ്യമിടാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായും റഷ്യൻ സൈനികർ ഏത് സ്ഥലത്താണ് കൂടുന്നത്, റഷ്യൻ പട്ടാളക്കാർ എവിടെയാണ് കൂടുതലും സമ്മേളിക്കുന്നത്, ആ വിവരങ്ങൾ ശേഖരിച്ച് റഷ്യയുടെ പൊസിഷൻസിൽ ഉക്രൈൻ ഒരു മോശമായ ആക്രമണം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം റഷ്യ ആക്രമിച്ചതുകൊണ്ട് റഷ്യ ഉക്രൈനിൽ ഒരു വലിയ മിസൈൽ സ്ട്രൈക്ക് ചെയ്തു. അങ്ങനെ ഉക്രൈന്റെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് അവസാനിപ്പിച്ചു. അതുകൂടാതെ ഒരുപാട് സ്ഥലങ്ങളിൽ എയർബേസസിനെ ഡാമേജ് ചെയ്തു. ഇങ്ങനെ ഒരു മിസൈൽ റാംപേജ് തന്നെ നടത്തി അവസാനിപ്പിച്ചു. വീണ്ടും ഉക്രൈൻ ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട് റഷ്യയുടെ പ്രദേശങ്ങളിൽ. ഇതിനിടയിൽ കേഴ്സ്കിൽ റഷ്യ അവരുടെ പ്രദേശങ്ങളെ തിരിച്ചെടുക്കാൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഉക്രൈന് കേഴ്സ്കിൽ ഒറ്റ ദിവസത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും ഒരു വിവരം പുറത്തു വന്നു. ഇവയെക്കുറിച്ചെല്ലാം അടുത്തടുത്ത വീഡിയോയിലൂടെ നമുക്കറിയാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.